പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ശത്രുവിൻ്റെ കൂട്ടുകെട്ടുകളെ പൊളിക്കുന്ന ദൈവം. അതിനാധാരമായിട്ടും നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം, യെരുശലേമിൻ്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിന് അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെയും ഒന്നിച്ചുകൂടി കൂട്ടുകെട്ട് ഉണ്ടാക്കി. സങ്കീർത്തനം 2:2, യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ കൂടി ആലോചിക്കുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നമ്മൾ അറിയാതെ ശത്രുവായവൻ നമുക്ക് വിരോധമായി ഒരുക്കുന്ന ഏതൊരു കൂട്ടുകെട്ടുകളെ പൊളിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. നമുക്കെതിരെ ശത്രുവായൻ ഒരുക്കുന്ന ഏതൊരു കെണികളും ഏതൊരു കൂടിയാലോചനകളും നമ്മുടെ ജീവിതത്തിൽ അവൻ ഒരുക്കുന്ന എല്ലാ തന്ത്രങ്ങളെയും സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് അത് പൊളിച്ചു മാറ്റുകയാണ്. നമുക്കറിയത്തില്ല ഏതൊക്കെ മേഖലയിലാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ശത്രുവിൻ്റെ പതിയിരിപ്പുകളും കൂട്ടുകെട്ടും ഉണ്ടാകുന്നു എന്ന് നമുക്കാർക്കും അറിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല ആയുധങ്ങളെ പൊളിച്ചു കളയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ നെഹമ്യാവിനോട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. യെരുശലേമിൻ്റെ മതിലുകൾ തീ വെച്ച് ചുട്ട് നശിപ്പിച്ചിരിക്കുന്നു എന്ന് നെഹമ്യാവ് കേട്ടപ്പോൾ നെഹമ്യാവിൻ്റെ ഹൃദയത്തിന് വലിയ മനോദുഃഖമുണ്ടായി. താൻ ദൈവത്തോട് ഉപവസിച്ചും പ്രാർത്ഥിച്ചും രാജാവിൻ്റെ മുന്നിൽ പാനപാത്രവാഹമായി വീഞ്ഞുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ താൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇത് പണിയുവാൻ ഒരു ആത്മഭാരം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്നു. പക്ഷേ രാജാവിനോട് ചോദിച്ചാൽ രാജാവ് അത് അനുവദിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് താൻ ആവശ്യപ്പെടുമ്പോൾ രാജാവ് തനിക്ക് അനുകൂലമായ ദയുള്ള കരം നെഹമ്യാവിന് അനുകൂലമായി പ്രവർത്തിക്കുവാനിടയായി. അങ്ങനെ നെഹമ്യാവ് അവിടെ നിന്നും യെരുശലേമിൽ തീ വെച്ച് ചുട്ട് നശിപ്പിച്ചിരിക്കുന്ന മതിലുകൾ പണിയുവാൻ താനും തൻ്റെ കൂട്ടരുമായി പുറപ്പെട്ട ആ ദേശത്ത് കടന്നു വരുമ്പോൾ ആ ദേശത്തിൽ വാഴുന്ന സബ്ബല്ലത്തും തോബിയാതും എന്ന 2 വ്യക്തികൾ തനിക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി അസൂയ കൊണ്ട് ഇതിനെ ഇല്ലായ്മയാക്കി പിന്തിരിപ്പിച്ച് കളയുവാൻ അവർ പല തന്ത്രങ്ങളും ഒരുക്കുവാനിടയായി. തന്ത്രങ്ങൾ ഒരുക്കുക മാത്രമല്ല, അവർ ഏതൊക്കെ മേഖലയിൽ തന്നെ ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിച്ചു മാറ്റിക്കളയാൻ കഴിയുമോ അതുപോലെ എല്ലാം രഹസ്യമായും പരസ്യമായും കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുവാനും ഇടയായി. പക്ഷേ അവിടെയൊന്നും മാനുഷ്യപരമായി തനിക്കെതിരെ എഴുന്നേറ്റ് വന്ന് തന്നോട് വാദിക്കുകയും എതിർക്കുകയും തനിക്കെതിരായിട്ട് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നെഹമ്യാവ് അവിടെ മാനുഷ്യപരമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അതായത് ദൈവം കൊടുത്ത ദൈവശബ്ദത്തിനനുസരിച്ച് അതിനോട് എതിർക്കുകയും പ്രതികരിക്കുകയും സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതോടൊപ്പം കാവൽക്കാരെ നിർത്തി ദൈവമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് ചെയ്തെടുക്കുവാനിടയായി. പക്ഷെ തനിക്കെതിരെ എഴുന്നേറ്റ് പല തന്ത്രങ്ങളും കൂട്ടുകെട്ടും ഉണ്ടാക്കി എഴുന്നേറ്റ് വരുമ്പോഴും നെഹമ്യാവ് അവിടെ ഭയപ്പെട്ടില്ല, അധൈര്യപ്പെട്ടില്ല. താൻ പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ അയച്ചിരിക്കുന്നത് ആരാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഭീഷണികളും പ്രതികൂലങ്ങളും വർദ്ധിക്കുകയാണ്. പക്ഷെ മാനുഷ്യപരമായി എതിർക്കുവാനോ മാനുഷ്യപരമായി വാദിക്കുവാനോ
തൻ്റെ ബുദ്ധിപരമായി തന്ത്രങ്ങൾ നീങ്ങുവാനോ നെഹമ്യാവ് ആഗ്രഹിച്ചില്ല. മറിച്ച് ദൈവം കൊടുത്ത ദൈവശബ്ദത്തിനനുസരിച്ച് ദൈവജ്ഞാനത്തോടുകൂടെ താൻ അവിടെ ആ വിഷയത്തിന്മേൽ തരണം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനർത്ഥം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നിന്നാ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഒരു ദൈവഭക്തന് ഈ ഭൂമിയിൽ ആമേൻ പടക്കൂട്ടമുണ്ട്, പ്രതികൂലമുണ്ട്, ശത്രുവുണ്ട്. പക്ഷെ ആ മേഖലയിൽ ജയിപ്പാനുള്ള ദൈവകൃപ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നൽകുന്നത്. നമുക്കത് എങ്ങനെ പ്രാപിച്ചെടുക്കാൻ കഴിയും? നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ നാം ദൈവസനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, എനിക്കും നിങ്ങൾക്കും വിരോധമായി ശത്രു അദൃശ്യമണ്ഡലങ്ങളും ദൃശ്യമണ്ഡലങ്ങളും ഒരുക്കുന്ന സകല തന്ത്രങ്ങളെയും കുരുക്കുകളെയും കൂട്ടുകെട്ടുകളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ വെളിപ്പെടുത്തി തരും. ആ വെളിപ്പെടുത്തുന്നതനുസരിച്ച് ആ ശത്രുവിനോട് നമുക്ക് എതിർക്കുവാനോ മാനുഷ്യപരമായി വാദിക്കുവാനോ അല്ല പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന നിർദ്ദേശം. മറിച്ച് ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും ആലോചന നൽകുവാൻ ഇടയാകും. ഞാനൊരു അനുഭവം പങ്കുവയ്ക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില വർഷങ്ങൾക്ക് മുൻപേ പരദേശിയായ ഒരു പ്രദേശത്ത് ഞങ്ങൾ ചെന്ന് പാർക്കുമ്പോൾ, ആ പ്രദേശത്തിൽ ഞങ്ങൾ ചെന്ന് പാർക്കുമ്പോൾ തന്നെ ഞങ്ങളൊരു ദൈവമക്കളാണ്, ദൈവവേലക്കാരാണെന്ന് മനസ്സിലായി. അവിടുത്തെ തന്ത്രങ്ങളോ ദേശത്തിലെ ദേശാന്തര ശക്തികളുടെ പ്രവർത്തനങ്ങളോ ശത്രുവിൻ്റെതായ ദുഷ്ടൻ്റെതായ പല തന്ത്രങ്ങളും നടക്കുന്നില്ല എന്ന് ആത്മമണ്ഡലത്തിന് മനസ്സിലായപ്പോൾ ശത്രുവായവൻ ഒരുമിച്ച് ചില ഗൂഢാലോചനകൾ ചെയ്ത് ഞങ്ങൾക്കെതിരെ എതിർക്കുവാനും വാദിക്കുവാനും തക്കവണ്ണം എഴുന്നേറ്റ് വരാനിടയായി. പക്ഷേ ഈ വരുന്നതിന് മുന്നമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ വെളിപ്പെടുത്തി, ഇങ്ങനെ ഒരു വിഷയം വെളിപ്പെടുമ്പോൾ അത് ദൈവജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ നിന്റെ മുന്നിൽ ഒരു പടക്കൂട്ടം വരുന്നുണ്ട്. പക്ഷേ ദൈവജ്ഞാനത്തോടെ വിഷയത്തിൽ കൈകാര്യം ചെയ്യുകയും മൗനം പാലിക്കുകയും സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിർദ്ദേശം നൽകുവാനിടയായി. പക്ഷെ അതുപോലെ പടക്കൂട്ടം വന്നുവോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അതുപോലെ പടക്കൂട്ടം മുന്നിൽ വന്നു. പക്ഷെ ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ നിർദ്ദേശം പോലെ മൗനം പാലിച്ചും ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും ഉള്ളുകൊണ്ട് സ്തോത്രം പറഞ്ഞും സമാധാനപരമായിട്ട് സംസാരിപ്പാനിടയായി. ആ കൂട്ടുകെട്ടുണ്ടാക്കിയവർ വന്നതിൻ്റെ ഉദ്ദേശം, നമ്മിൽ നിന്നും തെറ്റായ ഒരു വാക്കുണ്ടായാൽ ആ വാക്ക് വെച്ച് നിന്ദിക്കുകയും നിന്ദാപാത്രമാക്കുകയും അപമാനിക്കുകയും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ കൂട്ടുകെട്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സീക്രട്ടിനെ, ആ രഹസ്യ മണ്ഡലത്തെ പരിശുദ്ധാത്മാവ് പൊളിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഇറങ്ങി വരും. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, സ്വർഗത്തിലെ ദൈവം ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് എനിക്കും നിങ്ങൾക്ക് വേണ്ടി പോരാടി ശത്രുവിൻ്റെ മണ്ഡലങ്ങളെ പൊളിച്ച് സർവശക്തനായ കർത്താവ് നമ്മെ രക്ഷിപ്പാൻ ശക്തനാണ്. ഈ സമയത്ത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ആരുടെ ജീവിതത്തിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലയിൽ ശത്രുവാൻ ചില കൂട്ടുകെട്ടൊരുക്കുന്നുണ്ട്. നിങ്ങൾ ആ കൂട്ടുകെട്ട് അറിഞ്ഞും അറിയാതെയും ഒക്കെ നിങ്ങൾ ഭാരപ്പെട്ട് ഹൃദയത്തിൽ പല ശത്രുവിൻ്റെ വാദങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ട്. പക്ഷെ അത് കണ്ട് നിങ്ങൾ ഭയപ്പെടുവാനല്ല, അത് കണ്ട് നിങ്ങൾ അധൈര്യപ്പെടാനല്ല, അത് കണ്ട് നിങ്ങൾ വിഷമിക്കാനല്ല. ദൈവവചനം പഠിപ്പിക്കുന്നത് പോലെ നിന്നാ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഈ പ്രതികൂലങ്ങളെ ചാടിക്കിടക്കുവാൻ സർവശക്തനായ കർത്താവ് നിങ്ങൾക്ക് കൃപ തരും. ശത്രുവിൻ്റെ വാദങ്ങളോ കൂട്ടുകെട്ടുകളോ വെല്ലുവിളികളോ കേട്ട് ഒരു ദൈവ പൈതൽ ഭയപ്പെടരുത്, അധൈര്യപ്പെടരുത്, ക്ഷീണിച്ചു പോകരുത്, പ്രയാസപ്പെടരുത്. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിനെ കേൾക്കുവാനും നീ തയ്യാറാണെങ്കിൽ
നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ വിദ്യാഭ്യാസത്തിന് വിരോധമായി, നിന്റെ കുടുംബത്തിലെ വ്യക്തികൾക്ക് വിരോധമായി ശത്രു ഒരുക്കുന്ന കൂട്ടുകെട്ടുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരും. അത് പൊളിച്ച് ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിച്ച് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം നീ തയ്യാറായാൽ ശത്രു നിന്റെ മുന്നിൽ നിന്നും ചിതറി ഓടി മറഞ്ഞു കളയുവാനിടയാകും. നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരും. പക്ഷെ ഒരൊറ്റ കാര്യം, നാം അവിടെ സ്തോത്രത്തോടെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണം. ഒരു വിഷയം മുന്നിൽ വരുമ്പോൾ നമ്മൾ തന്നെ ജ്ഞാനമില്ലാതെ നമ്മൾ ആ വിഷയം കൈകാര്യം ചെയ്യുവാൻ കടന്നുപോയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അവിടെ പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ഒരിക്കൽ ഒരു ആൻറ്റി പറയുന്നത് ഞാൻ ഇങ്ങനെയാ കേട്ട, വർഷങ്ങൾക്ക് മുന്നമേ. ആൻറ്റി ഇങ്ങനെയാണ് പറയുന്നത്, എന്നോടുകൂടെ ശത്രുവായൻ വാദിക്കാൻ വന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ മാനസാന്തരം പുറകിലോട്ട് മാറ്റിവെച്ചിട്ട് അവരെന്നെ എന്തൊക്കെ അസഭ്യം പറഞ്ഞു അതുപോലെ ഞാൻ തിരിച്ചു പറഞ്ഞു. ഞാൻ എൻ്റെ മാനസാന്തരം പുറകിൽ മാറ്റിവെച്ച് യേശു കാണേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ട് അവരെനിക്ക് വിരോധമായി പറഞ്ഞ സകല വാക്കുകൾക്കും ഞാൻ അതുപോലെ പ്രതികരിച്ചു. പക്ഷേ എനിക്ക് വന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അവിടെ വിഷയം സമാധാനപരമായി തീർന്നില്ല. ആ വിഷയം വലിയ ലഹളയായി, വളരെ പ്രശ്നങ്ങളായി, അസമാധാനത്താൽ ഞാനിപ്പോൾ വേദനപ്പെടുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമുക്കെതിരെ ശത്രു ഒരുക്കുന്ന കൂട്ടുകെട്ടുകളെ സർവശക്തനായ ദൈവം പരിഹരിച്ചു തരും. നാം മാനുഷ്യപരമായി എതിർക്കുവാനോ അതിനെതിരെ സംസാരിക്കുവാനോ നാം കടന്നുപോയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അവിടെ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ഇവിടെ സമ്പല്ലത്തും തോബിയാതും ഈ നെഹമ്യാവിന് വിരോധമായി പറഞ്ഞത് അവർക്ക് ദേഷ്യം വന്നു. സമ്പല്ലത്തിന് ഭയങ്കര കോപമുണ്ടായി. എന്തു തന്നെ പറഞ്ഞിട്ടും പിന്തിരിഞ്ഞു പോകുന്നില്ല. പിന്തിരിയുവാൻ നെഹമ്യാവ് തയ്യാറാകുന്നില്ല. അപ്പോൾ സമ്പല്ലത്തിന് കോപവും മഹാരോഷവും പൂണ്ട് നിന്ദിച്ച് സമ്പല്ലത്ത് പറഞ്ഞ വാക്കിങ്ങനെയാണ്, ദുർബലരായ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു. അതേ പ്രിയ ദൈവമക്കളെ, നമ്മൾ ശത്രു നമുക്കെതിരെ വാദിക്കുമ്പോൾ, നാം സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നെ മൗനം പാലിക്കുമ്പോഴും ശത്രുവിന് ഭയങ്കര ദേഷ്യം വരും. അവർ നമ്മെ കളിയാക്കും. ഒരുപക്ഷെ അവർ നമ്മെ നോക്കി പറയും, നീ ബലഹീനയാണ്, ദുർബലരാണ്, നിനക്ക് ശേഷിയില്ല, ഞങ്ങളോട് വാദിക്കാൻ കഴിയത്തില്ല. ഇവിടെ നെഹമ്യാവിനെ നോക്കി അവർ പറയുന്നത്, യഹൂദന്മാർ ദുർബലരായ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷെ അവിടെയും നെഹമ്യാവ് അവരോട് മാനുഷ്യമായി വാദിക്കുന്നില്ല. ദൈവശബ്ദം കൊടുത്തതുപോലെ താനും കാവൽക്കാരെ നിർത്തി ദൈവം ഏൽപ്പിച്ച വേല, എന്നെ അയച്ച ദൈവം എന്നെ അയച്ചു എന്ന് ഉറപ്പിച്ചുകൊണ്ട് താൻ അവിടെ ധൈര്യം പൂണ്ട് ഭാരപ്പെടുന്നവരോട് പറഞ്ഞു, നിങ്ങൾ അധൈര്യപ്പെടരുത്, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതേ പ്രിയ ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്ക് വിരോധമായി ശത്രുവായവൻ ദുർബലരാണ്, ബലഹീനരാണ്, ഇവരാൾ സാധ്യമല്ല, ഒന്നും കഴിയത്തില്ല എന്നൊക്കെ നമ്മെ നോക്കി വാദിച്ചാലും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സർവശക്തനായ കരങ്ങളിൽ കൊടുത്ത് നീ താണിരിക്ക്, കർത്താവ് നിന്നെ വിടിവിപ്പാൻ ശക്തനാണ്. സമ്പല്ലത്തും തോബിയാതും പറഞ്ഞ വാക്കുകൾ അവർ ദുർബലരാണ്. അതുമാത്രമല്ല, ഒരു ദിവസം കൊണ്ട് പണിതി തീർക്കുമോ? ഈ കല്ലിനെ അവർ ജീവിപ്പിക്കുമോ? അതുമാത്രമല്ല, അവർ പറഞ്ഞത്, നിങ്ങൾ എങ്ങനെ തന്നെ, തോബിയാതെന്ന വ്യക്തി പറഞ്ഞത്, നിങ്ങൾ എങ്ങനെ തന്നെ പണിതുയർത്തിയാലും ഒരു കുറുക്കൻ കയറിയാൽ കൽമതിൽ ഉരുണ്ട് വീഴും. ആമേൻ. പല രീതികൾ അവൻ തന്ത്രങ്ങൾ മെടയുമ്പോൾ അതൊന്നും സാധ്യമാകുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മെ ഒരുപക്ഷെ പരിഹാസത്തോടെ പരിഹസിക്കും. നീ പ്രാർത്ഥിക്കുന്നതിൽ എന്ത് പ്രതിഫലം? വല്ലതും നേടാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ദുർബലരല്ലേ? വ്യക്തിപരമായി പല ക്വസ്റ്റ്യങ്ങളും നമ്മുടെ ഹൃദയത്തെ വിഷമിപ്പിക്കുന്ന വാക്കുകളും നമുക്കെതിരെ എഴുന്നേറ്റ് വരാം. പക്ഷേ അവിടെ നമ്മൾ പറയേണ്ട, ഞാൻ ഭയപ്പെടുകയില്ല, കർത്താവ് എനിക്ക് തുണ, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എനിക്കും നിങ്ങൾക്കും വിരോധമായി ശത്രുവരിക്കുന്ന ഏതൊരു കൂട്ടുകെട്ടും സ്വർഗത്തിലെ ദൈവം പൊളിച്ചു മാറ്റും.
അങ്ങനെ പൊളിഞ്ഞു മാറണമെങ്കിൽ നാം പ്രതികരിക്കുന്നവരായിട്ടല്ല, നാം വാദിക്കുന്നവരായിട്ടല്ല, നാം അതുപോലെ വഴക്കിനും വിഷയത്തിനും പോകുന്നവരായിട്ടല്ല, നാം ദൈവസന്നിധിയെ മുട്ടുമടക്കി പരിശുദ്ധ കർത്താവേ, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, പരിശുദ്ധാത്മാവ് അത് ക്രമീകരിക്കണമേ. ഞാൻ ബലഹീനയാണ്, എന്നാൽ ബലവാനായ ദൈവമേ കർത്താവേ, നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഈ ശത്രുവിന്റെ കൂട്ടുകെട്ടുകളെ പൊളിച്ച് ഈ മേഖലയിൽ എനിക്കൊരു ജയം നൽകണമേ എന്ന് നിങ്ങൾ ദൈവസന്നിധി സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിന് എതിരെ ആഞ്ഞടിക്കുന്ന, സിംഹം പോലെ അലറി വരുന്ന, കരടിയെ പോലെ ചീറി വരുന്ന, സർപ്പം പോലെ തല ഉയർത്തി വരുന്ന ശത്രുവിന്റെ മണ്ഡലങ്ങളെയും ഗൂഢാലോചനകളെയും കൂട്ടുകെട്ടുകളെയും സർവശക്തനായ ദൈവം പൊളിച്ചു മാറ്റി എന്നെയും നിങ്ങളെയും വിടിവിപ്പാൻ ശക്തനാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ സമർപ്പിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിന് വിരോധമായി ഏതെങ്കിലും കൂട്ടുകെട്ടുകളോ ശത്രുവിൻ്റെ വാദങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇന്ന് കേൾക്കുന്ന വചനപ്രകാരം ഏൽപ്പിക്കുക. കർത്താവെ, ഞാൻ വാദിക്കാൻ പോകുന്നില്ല, ഞാൻ എതിർക്കാൻ പോകുന്നില്ല, ഞാൻ നിരാശപ്പെടത്തില്ല. എനിക്ക് വേണ്ടി വാദിക്കുവാൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സർവശക്തനായ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന മക്കളെ നിങ്ങൾ ഏൽപ്പിക്കുക, സമർപ്പിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ഈ ദൈവശബ്ദത്തോടുകൂടെ ചേർന്ന് ഒരു നിമിഷം നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വിരോധമായി വരുന്ന ഏതൊരായുധവും നിങ്ങൾക്ക് ഭവിക്കുകയില്ല. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സർവശക്തനായ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അവനേതെല്ലാം കൂട്ടുകെട്ടുകൾ ഒരുക്കിയാലും അതിനെ പൊളിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരം. ഒരുപക്ഷെ നിന്റെ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി പലരും കൂട്ടുകെട്ടുണ്ടാക്കുകയായിരിക്കാം. നിന്റെ പഠന സ്ഥലത്ത് നിനക്ക് വിരോധമായി പല കൂട്ടുകെട്ടുകളും ഒരുക്കുകയായിരിക്കാം. നിന്റെ ദേശത്ത്, നിന്റെ ഭവനത്ത്, നിന്റെ ശുശ്രൂഷ മേഖലകളിൽ, നിങ്ങളാക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളറിയാതെ ശത്രു ഒരുക്കുന്ന സകല കൂട്ടുകെട്ടുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൊളിച്ചു മാറ്റും. ഒരൊറ്റ കാര്യം, നമ്മൾ യുദ്ധം ചെയ്യാൻ പോകേണ്ട, നമ്മൾ അവരോട് വാദിക്കാൻ പോകേണ്ട. സ്തോത്രത്തോടെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നീ ആ വിഷയങ്ങളെ ദൈവകരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കുക. സർവശക്തനായ കർത്താവ് നിങ്ങളെ വിടിവിപ്പാൻ ശക്തനാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ തൊട്ട് വിടിവിക്കുന്നു. പരിശുദ്ധാത്മ നിങ്ങളെ തൊടുന്നു. ആ വിഷയങ്ങൾ പരിഹാരം വെളിപ്പെടുന്നു. ആ വിഷയത്തിന്മേൽ ജയം വെളിപ്പെടുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, യേശു നമ്മോട് കൂടെയുണ്ട്. ആയിരിക്കുന്ന ഇടത്ത് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതാമായി സ്വീകരിച്ചിട്ട് രക്ഷിക്കപ്പെട്ട് യേശുവെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. രക്ഷയുടെ ഭാഗത്ത് വരാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, എനിക്കൊരു പ്രതികൂലമുണ്ട്, എൻ്റെ ജോലി സ്ഥലത്തൊരു പ്രതികൂലമുണ്ട്, എൻ്റെ ആയിരിക്കുന്ന ദേശത്ത് എനിക്കൊരു പ്രതികൂലമുണ്ട്, എൻ്റെ ഭവനത്തിൽ എനിക്കൊരു പ്രതികൂലമുണ്ട്. ആമേൻ. ഏത് മേഖലയിലാണോ നീ സമർപ്പിക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. സമർപ്പിക്കാമോ? ഒരു നിമിഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ ദൈവശബ്ദം കേട്ട ജനത്തിനായി സ്തുതിക്കുന്നു. ഇവർക്ക് വിരോധമായിട്ട് ശത്രുവാൻ ഒരുക്കുന്ന എല്ലാ കൂട്ടുകെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ പൊളിഞ്ഞു പോകട്ടെ. ഇവരെ അസമാധാനപ്പെടുത്തുന്ന, ഇവരെ ഭാരപ്പെടുത്തുന്ന എല്ലാ ശത്രുവിൻ്റെ വാദങ്ങളും ഈ മക്കളിൽ നിന്നും, അവരെ കുടുംബങ്ങളിൽ നിന്നും, അവരെ ഭവനങ്ങളിൽ നിന്നും, അവരെ തലമുറയിൽ നിന്നും, അവരെ കൂടാരങ്ങളിൽ നിന്നും, അവരെ ദേശങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ. ദൈവീക സ്വസ്ഥതയും ദൈവീക സമാധാനവും ഇവരെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ, ഇവരെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ, ഈ വ്യക്തിത്വത്തിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനുള്ള വിടുതലും ആശ്വാസം ഈ കുടുംബങ്ങൾ വെളിപ്പെടുവാൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.